ഗ്രീഷു, സ്ത്രീ പങ്കാളി ബെഡ്റൂം ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓർഗാസം ഫേക്ക് ചെയ്ത് കാണിക്കുക. അവർക്ക് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ പങ്കാളിയുടെ മുന്നിൽ ഫേക്ക് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിന് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് പല കാര്യങ്ങളും പങ്കാളിക്ക് ചെയ്തു കൊടുക്കാനും താല്പര്യം ഉണ്ടാവും, അതുപോലെ ഇങ്ങോട്ട് ചെയ്തു തരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ ഇതൊരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. കാരണം അവരെന്ത് ചിന്തിക്കുന്നതൊക്കെ കണ്ടിട്ട് അത് ഹൈഡ് ചെയ്ത് വയ്ക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതൊരിക്കലും ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തൻ്റെ ബോഡിയൊക്കെ ഓർത്തിട്ട് ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഷേപ്പിനെ ഓർത്തിട്ട്, അതുപോലെ കളർ, ടേസ്റ്റ്, സ്മെല്ല്, ഇതെല്ലാം പങ്കാളിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരുപാട് ടെൻഷനോട് കൂടിയിട്ടായിരിക്കും ആ സെക്ഷൽ ലൈഫിലോട്ട് കിടക്കുന്നത്. അതും ഒരിക്കലും ആ സെക്ഷൽ ലൈഫിന് ഗുണം ചെയ്യുന്ന കാര്യമായിരിക്കില്ല എന്നുള്ളതാണ്. ഇതുപോലുള്ള ആകുലതകൾ കാര്യങ്ങളുണ്ടാവും. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവിടെ സംസാരിക്കേണ്ട, പങ്കാളി അറിയേണ്ട കാര്യങ്ങളുണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല തുറന്ന സംസാരമാണ്. അപ്പോൾ നല്ല രീതിയിൽ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിച്ചിട്ട് ആ ഒരു സെക്ഷൽ ലൈഫ് നല്ല രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയുമായിട്ട് തുറന്ന് സംസാരിക്കാൻ നല്ല രീതിയിൽ സെക്ഷൽ ലൈഫ് കൊണ്ടുപോവുക. ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ പങ്കാളിയോട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. ഭാവിയിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് കൂടി വെച്ചേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ഒക്കെ മറക്കണ്ട. മറ്റു വീഡിയോ കാണാം. ബൈ.